ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയ്ക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സംഘം നാളെ ഇസ്ലാമാബാദിലെത്തും. കരാറിലെത്താനുള്ള മികച്ച അവസരമാണിത് എന്നും അതിന് തയ്യാറായില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നാവിക ഉപരോധം പിൻവലിക്കാതെ ഇസ്ലാമാബാദ് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ രാത്രിയിലും തുടരുകയാണ്. മേഖലയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട സുപ്രധാന സന്ദേശം ഇറാന് കൈമാറിയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലും ലബനാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഈ വരുന്ന വ്യാഴാഴ്ച അമേരിക്കയിൽ നടക്കും. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഇറാൻ കടുത്ത നിലപാടിലാണ്. അതുപോലെ തന്നെ നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന കടുംപിടുത്തം ട്രംപും തുടരുന്നുണ്ട്. എങ്കിലും ഈ വരുന്ന ആഴ്ച ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ച നടന്നേക്കും എന്ന് തന്നെയാണോ റിപ്പോർട്ടുകൾ? തീർച്ചയായിട്ടും അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന ശ്രമം ഏറെക്കുറെ വിജയത്തോടടുക്കുകയാണ്. എന്തായാലും സംഘത്തെ ഇസ്ലാമാബാദിലേക്ക് അയക്കുന്ന കാര്യത്തിൽ ഇറാൻ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒരുപക്ഷെ രാത്രിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടൊക്കെ ഇറാൻ നേതൃത്വം, രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തന്നെ വ്യക്തമാക്കുന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാമാബാദ് ചർച്ച പ്രഹസനം മാത്രമാണ്. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ പലതും അംഗീകരിക്കാൻ അമേരിക്ക വിസമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചാ പ്രഹസനങ്ങൾ കൊണ്ട് കാര്യമില്ല. കാരണം ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ഉദാരമായിട്ടും തങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നീക്കം നടത്താനോ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന അമേരിക്കയ്ക്ക് ഇനിയും സാധിച്ചിട്ടില്ല. നേരത്തെ മുതൽ തന്നെ ഒരു വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക തുടരുന്നത്. അതിൻ്റെ തുടർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ കപ്പൽ, ചരക്ക് കപ്പൽ, സ്വതന്ത്ര കപ്പൽ പാതയിൽ നിന്ന് അത് കവർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, കടൽ കൊള്ളക്ക് തുല്യമായിട്ടുള്ള ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അപ്പോൾ ഇത്തരം ചെയ്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസരത്തിൽ എങ്ങനെ വിശ്വാസ്യതയോടുകൂടി ഒരു ചർച്ച നടത്താനുള്ള ഒരു പങ്കാളിയായി അമേരിക്ക മാറുമെന്ന ചോദ്യമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും വലിയ സമ്മർദ്ദം ഇറാൻ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് അതിശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ട് ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം, മറ്റു കാര്യങ്ങൾ പിന്നെ തങ്ങൾ കൂടി പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള ഒരു പശ്ചിമേഷ്യൻ സമാധാന കരാറിലേക്ക് എത്തിച്ചേരാം. പക്ഷേ തൽക്കാലം ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത പരമാവധി കുറയ്ക്കണമെന്ന് റഷ്യ ഇറാനോട് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഒരു സമാധാനം നിലനിൽക്കേണ്ടത് ചൈനയുടെ വികസന സാമ്പത്തിക മുന്നേറ്റത്തിനും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനയും പരോക്ഷമായിട്ടാണെങ്കിലും ഇറാനുമായിട്ടുള്ള സമ്പർക്കം പുലർത്തി വരുന്നതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടിപ്പം നാളെ രാവിലെയോടുകൂടിയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിൽ എത്തുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൗസിന്റെ ഉപദേശകനുമായിട്ടുള്ള ജാറദ് കുഷ്ണർ എന്നിവർ സംഘത്തിലുണ്ട്. വലിയ സംഘം തന്നെയാണ് അമേരിക്കയുടെ ഭാഗമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ നൽകിയ ഒരു ഉറപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സംഘം നാളെ രാവിലെ ഇസ്ലാമാബാദിൽ എത്തുകയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അനിശ്ചിതത്വമുണ്ട്. പക്ഷേ എങ്കിലും കരാറിൽ എത്തിച്ചേരും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ട്രംപ്. അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? കരാറിൽ എത്തുക എന്നത് അത്ര എളുപ്പമാണ് എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ പോലും ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നില്ല. കാരണം അത്രയും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പൂർണ്ണമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശമാണ് അമേരിക്ക ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു 5 മുതൽ 10 വർഷം വരെ ഒരു കാലയളവിൽ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ നിർത്തിവെക്കാൻ ഇറാൻ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ ഒരു നിലക്കും അത് സ്പർശിക്കാനോ അത് ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാനോ സാധിക്കുകയില്ല എന്ന നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്നത് ഹോർമസ് കടലിടുക്കിന്മേൽ ഇറാനുള്ള പരമാധികാരം വകവെച്ചു കൊടുക്കുക എന്നതാണ്. ഇക്കാര്യത്തിലും അമേരിക്കയ്ക്ക് വിയോജിപ്പുകളുണ്ട്. അവിടെ ചുങ്കം പിരിക്കാനോ അവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഇറാന് മാത്രം കൈയാളാനോ അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലും അമേരിക്ക പുലർത്തുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ ചർച്ച കൂടുതൽ വഴിമുട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ആകെ ഇപ്പം മറ്റന്നാൾ
മറ്റന്നാളാണ് ഇപ്പോൾ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കാനുള്ളത്. ഏറിയാൽ ആ 2 ആഴ്ചയുള്ളത് അടുത്ത 2 ആഴ്ച കൂടി വെടിനിർത്തൽ നീട്ടുകയും തുടർന്ന് ആ 2 ആഴ്ച കാലയളവിനുള്ളിൽ പരമാവധി ഭിന്നതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കരാറിൽ എത്താൻ സാധിക്കുമോ എന്നാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളിൽ തിരക്കിട്ട നീക്കം ഈ രാത്രിയിലും അവർ നടത്തുന്നത്. അതിന് ഇരു കൂട്ടരും സന്നദ്ധമാവുകയാണെങ്കിൽ ഇസ്ലാമാബാദ് ചർച്ച നാളെ ഉച്ചതിരിഞ്ഞ് നടക്കും. അതല്ല എങ്കിൽ ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ചർച്ച എന്നത് കേവലമായിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഒത്തുചേരൽ എന്നതിനപ്പുറത്തേക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഇറാന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ആവശ്യം ഹോർമൂസിലെ യുഎസിന്റെ നാവിക ഉപരോധം അതിൽ നിന്ന് പിന്മാറുക എന്നതാണല്ലോ. അതിന് ട്രംപ് സന്നദ്ധനാകുമോ? ട്രംപ് സന്നദ്ധമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വൈകിയുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അത്തരം നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ട്രംപിനോട് നിർദ്ദേശിച്ചതായും ട്രംപ് ഏറെക്കുറെ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതായും ഉച്ചവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് ചില മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ട്രംപ് തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ നാവിക ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് മെയിൽ തന്ത്രമായിട്ട് സ്വീകരിക്കാൻ ഇറാനെ അനുവദിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും കരാർ രൂപപ്പെടുകയാണെങ്കിൽ അതോടുകൂടി നാവിക ഉപരോധം പിൻവലിക്കാനും അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള നേരത്തെ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാനും താൻ തയ്യാറാണ്. അതുമാത്രമല്ല നല്ല വിവേകത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വമാണ് ഇറാനുള്ളതെങ്കിൽ ആ രാജ്യവുമായിട്ട് തുടർന്നും സഹകരിക്കാൻ തങ്ങൾക്ക് താല്പര്യമാണുള്ളത് എന്നതുൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാവിക ഉപരോധം പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ ഈ ഘട്ടത്തിലും അമേരിക്ക തയ്യാറാകുമെന്ന സൂചനയില്ല. പക്ഷേ ഇറാൻ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മേഖല അതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ കവർച്ച ചെയ്ത് പിടികൂടിയിരിക്കുന്ന ഇറാന്റെ കപ്പൽ ആ കപ്പൽ ഒരു പക്ഷേ വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിവ്യ, ശരി, എന്തായാലും MCA ഇനിയിപ്പോൾ ഒരു ചർച്ചയിലേക്ക് എത്തിച്ചേർന്നാലും അതിൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് യുദ്ധം എന്ന നിലപാടിൽ തന്നെയല്ലേ ട്രംപ് ഉള്ളത്? ട്രംപിന്റെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു കരാറിൽ എത്തിച്ചേരുക. അതല്ല എങ്കിൽ ഈ വെടിനിർത്തൽ കരാർ പരിധി അവസാനിക്കുന്ന മറ്റന്നാളോടുകൂടി കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന് മേൽ ഉണ്ടാകും. നേരത്തെയൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതുപോലെ വൈദ്യുത കേന്ദ്രങ്ങളും പാലങ്ങളും പൂർണ്ണമായി തന്നെ തകർത്തെടുക്കും, ഇറാനെ ചുട്ടരിക്കും എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇന്നും ചില മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിരന്തരമായിട്ട് ഇത്തരം പ്രകോപനപരമായിട്ടുള്ള മുന്നറിയിപ്പുകളും അന്ത്യശാസനങ്ങളും ഒക്കെ പിന്നിട്ട് കുറേ ദിവസങ്ങളായി ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അത് തൽക്കാലം അത് പരിഗണിക്കാതെ തന്നെ തങ്ങളുടെ നയതന്ത്ര നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതികരണമാണ് ഇറാൻ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. പക്ഷേ അമേരിക്കയുടെ ജെറാൾഡ് ആർ ഫോർഡ് ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഇപ്പോൾ ചെങ്കടൽ കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 10,000-ലധികം സൈന്യം അമേരിക്കയുടേതായിട്ട് മേഖലയിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. നിരവധി പോർവിമാനങ്ങളും മേഖലയിൽ സജ്ജമാണ്. അപ്പോൾ ഒരു യുദ്ധം പുനരാരംഭിക്കാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിന്റെ ഒരു അനുമതി മാത്രം മതിയെന്നാണ് യു.എസ്. സെൻട്രൽ കമാൻഡ് അല്പം മുമ്പ് പ്രതികരണത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത മുൻനിർത്തി തിരക്കിട്ട സൈനിക നീക്കങ്ങൾ നടക്കുന്നതായ റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. ദിവ്യ, അല്ല, അങ്ങനെ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ കണ്ടതുപോലെ ഈ ഗൾഫ് മേഖലയുടെ സമാധാനം തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു തിരിച്ചടിയായിരിക്കില്ലേ ഇറാനും നടത്താനിടയുള്ളത്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ആവൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ സംഘർഷം കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പരമാധികാരം, തങ്ങളുടെ താല്പര്യങ്ങൾ, ഈ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഏതെങ്കിലും ഉപാധികളോ അല്ലെങ്കിൽ തിട്ടൂരങ്ങളോ വകവെച്ചു കൊടുക്കാൻ ഒരു നിലയ്ക്കും തങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം, അതല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പ്രശ്നപരിഹാരമാണെങ്കിൽ അതിനും തങ്ങൾ ഒരുക്കമാണ് എന്നൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മേഖലയിലെ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഖത്തറും ഒമാനും ഒക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ ആശയവിനിമയം തുടരുന്നുണ്ട്. ഇറാനും അമേരിക്കയുമായിട്ടും ഈ രാജ്യങ്ങൾ തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. എന്ത് വില കൊടുത്തും ഒരു സംഘർഷം ഇനിയും പുനരാരംഭിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഇറാനോടും അമേരിക്കയോടും ഈ രാജ്യങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ സമാനമായ നിലപാടാണ്. കാരണം പിന്നിട്ട് 2 മാസത്തോളമായിട്ട് ഉണ്ടായിരുന്ന ഈ സംഘർഷാവസ്ഥ പരിഹരിക്കുകയും പല നിലയ്ക്കും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെ തകിടം മറിക്കുമാർ വീണ്ടും ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്. നയതന്ത്ര പ്രശ്നപരിഹാരം മാത്രമാണ് അഭികാമ്യം. സൈനിക നടപടികൾ ഉപേക്ഷിക്കണമെന്ന് അമേരിക്കയോടും ഇറാനോടും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതും ഇത്തരമൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ദിവ്യ, എന്നാൽ ഇന്നത്തെ രാത്രി കഴിയുന്നത് മുൻപ് തന്നെ ഈ ചർച്ചയിൽ എത്തുമോ, ചർച്ചയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇറാൻ ഒരു പ്രതികരണം നടത്തുമോ MCA?
തീർച്ചയായിട്ടും ദേവി, അത് തന്നെയാണ്. ഈ വരും മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. കാരണം JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇസ്ലാമാബാദിലെത്തും. നാളെ ഉച്ചതിരിഞ്ഞ് ചർച്ച നടക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില ഗ്രീൻ സിഗ്നലുകൾ പാകിസ്ഥാന് ലഭ്യമായതായിട്ടാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഒക്കെ വാർത്ത പുറത്തുവിടുന്നത്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് വരും മണിക്കൂറുകൾ തന്നെ അത് ഉണ്ടാകും. ഇറാൻ സംഘം ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും വിലയിരുത്തുന്നത്. ഒരു കാര്യം കൂടി, ഇവിടെ ഇറാൻ അമേരിക്ക ചർച്ച അനിശ്ചിതത്വത്തിൽ നിലനിൽക്കെ എന്താകും ലബനാൻ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ച? അതിന്റെ ഭാവി എന്തായിരിക്കും? ലബനാൻ ഇസ്രായേൽ വെടിനിർത്തൽ 10 ദിവസത്തേക്കാണ് ആ ഒരു വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അത് എന്തായാലും ദീർഘിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് വാഷിംഗ്ടണിൽ അടുത്ത 2ാം വട്ട ചർച്ചയ്ക്ക് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതിനിധികൾ, 2 രാജ്യങ്ങളുടെയും ലബനാന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ആ ഉച്ചകോടി അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. മിക്കവാറും നടക്കാൻ പോകുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 10 ദിവസത്തെ വെടിനിർത്തൽ കുറച്ചു കാലം കൂടി നീട്ടിക്കൊണ്ടുപോവുക. അതിനിടയിൽ കുറെ കൂടി ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ഒരു സ്ഥായിയായിട്ടുള്ള സമാധാന ഫോർമുലയ്ക്ക് രൂപം നൽകുക എന്നതാണ് ഇപ്പോൾ 2 രാജ്യങ്ങളും മുന്നിൽ കാണുന്നത്. പക്ഷേ ഹിസ്ബുല്ല ഇത്തരം ചർച്ചകളോടുള്ള വിയോജിപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം നിരന്തരമായിട്ട് ലബനാന് നേരെ അതിക്രമം തുടരുന്ന, ലബനാൻ പ്രദേശങ്ങൾ കൈയടക്കുന്ന, സൈനിക സാന്നിധ്യം സ്ഥിരമായി അവിടെ നിലനിർത്തുന്ന ഇസ്രായേലുമായിട്ട് ഇത്തരം ചർച്ചകളിൽ ലബനാൻ സർക്കാർ ഇടപെടരുതെന്ന മുന്നറിയിപ്പാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ലബനാനിലെ ഹിസ്ബുല്ല വിഭാഗം നൽകിയിരിക്കുന്നത്. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ ഉച്ച കഴിഞ്ഞ് ഇസ്ലാമാബാദിൽ ഇറാൻ അമേരിക്ക ചർച്ച നടക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. JD വാൻസ് ഉൾപ്പെടുന്ന സംഘം നാളെ ഇസ്ലാമാബാദിലേക്ക് തിരിക്കും. അതിനു മുൻപായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇറാനും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ആ രീതിയിലാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാൻ US ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കി റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. നാളെ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ പങ്കെടുത്താലും യുദ്ധവിരാമത്തിന് സാധ്യതയില്ല. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിലും തീരുമാനമായില്ല എങ്കിൽ മേഖല വീണ്ടും സംഘർഷഭരിതമാകും. ആഭ്യന്തരമായി ട്രംപ് അനുഭവിക്കുന്ന പ്രതിസന്ധി ഇറാൻ മുതലെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുത്തതായി IRGCയും ഇന്ന് പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കൽ ഇപ്പോൾ ഗൾഫ് വിപണിക്കും അനിവാര്യമാണ്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഫ്താബ, വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഒരാശങ്ക ഗൾഫ് മേഖലയിൽ എത്രത്തോളം ശക്തമാണ്? ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വേഗത്തിൽ അവസാനിക്കൽ അനിവാര്യമാണ്. മലയാളികളടക്കം, ഇന്ത്യയുടെ അടക്കം പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് ഗൾഫ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ യുദ്ധത്തിലുള്ള ആഘാതം അത് തീരാൻ തന്നെ ഇനിയും മാസങ്ങളോളം വേണ്ടിവരും. അതിനിടയിലാണ് നാളെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇറാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മേഖലയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് റഷ്യയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനുമായി സംസാരിച്ചിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരുവരും നടത്തിയ ചർച്ചയ്ക്കിടയിൽ ഇറാൻ പറഞ്ഞത്, പലപ്പോഴും ഈ ചർച്ചയിൽ ഏകപക്ഷീയമായാണ് ട്രംപും US-ഉം നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ റഷ്യ ഈ സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങളും സമാനമായ രീതിയിൽ തന്നെ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. കാരണം ഇനിയൊരു യുദ്ധത്തിലേക്ക് വീണ്ടും പോകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മേഖലയിലെ US-ന്റെയും ഗൾഫിന്റെയും എല്ലാം താല്പര്യങ്ങൾ തകിടം മറിയുന്ന സാഹചര്യമുണ്ടാകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി വലിയ തോതിൽ അദ്ദേഹം സംഘർഷം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US-ലെ ഗ്യാസ് വിലയിൽ വന്ന വർധന, അതോടൊപ്പം തന്നെ ഓയിൽ വിലയിലുണ്ടായ വർധന, ഇതിനെല്ലാം പുറമെ ആഭ്യന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓഹരി വിപണിയിൽ ഉൾപ്പെടെയുള്ള ഇന്ന് രേഖപ്പെടുത്തിയ തകർച്ച, ഇതെല്ലാം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ US-ലെ വിരമിച്ച പല സൈനികരും ഇപ്പോൾ പ്രതിഷേധവുമായി ഇറാൻ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം.
അപ്പോൾ ട്രംപിന് മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിരമിച്ച US-ന്റെ ഒരു ജനറൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വെസ്ലെ ക്ലാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1980 മുതൽ US ചെയ്ത യുദ്ധം പോലെയല്ല ഇപ്പോൾ ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഇത് കുറച്ചുകൂടെ സങ്കീർണമായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് ജയിച്ചെടുക്കുക സാധ്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഇറാനും ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൂൾ. കാരണം ആണവായുധത്തെക്കാൾ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി ഹോർമോസ് കടലിടുക്ക് മാറുന്നു എന്നുള്ളതാണ് US-ന്റെ മുൻ ജനറൽ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എത്ര ദിവസം വൈകുന്നുവോ അത്രയധികം ആഭ്യന്തരമായ പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരും. ഇത് ഇറാൻ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഹോർമുസ് തുറുപ്പ് ചീട്ടാക്കിക്കൊണ്ടുള്ള ഇറാന്റെ കരുനീക്കങ്ങൾ അത് ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും യുദ്ധത്തിൽ കണ്ടതും അതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ 10,000-ഓളം US സൈനികർ മേഖലയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒന്നാകെ ഏതാണ്ട് 50,000-ഓളം സൈനികർ നിലവിൽ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ അടക്കമായി US-നുണ്ട്. 4 പ്രധാനപ്പെട്ട പടക്കപ്പൽ അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഇതൊന്നും ഈ യുദ്ധത്തിന് മതിയാകില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും US സൈന്യം നിലകൊള്ളുന്നത് ഒമാൻ തീരത്തിനും ഒപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായുള്ള അറേബ്യൻ കടലിനും ഇടയിലായിട്ടുള്ള പ്രദേശത്തിനിടയിലാണ്. ഇവിടെ നിന്നും ഹോർമോസിലേക്കുള്ള യാത്രയിലേക്ക് ഇതുവരെ ഈ US സൈന്യം കടന്നിട്ടില്ല. അതിനവർ ആകെ ഉപയോഗിച്ചത് വ്യോമമാർഗമാണ്. കപ്പൽ മാർഗം അങ്ങോട്ട് നീങ്ങുന്നത് ആപൽക്കരമാണ്. അങ്ങോട്ട് കപ്പൽ മാർഗം നീങ്ങാതെ ഈ യുദ്ധം ജയിക്കുകയും US-ന് സാധിക്കുകയില്ല. കാരണം ആ നിലക്കാണ് ആ പ്രദേശത്ത് ഇറാന്റെ ഭൂഘടനയുള്ളത്. ഇത് കൃത്യമായി ഇന്റലിജൻസ് വിവരങ്ങൾ കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോർമൂസിന് പുറത്ത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് പുറത്തായി US സൈന്യം നിലയുറപ്പിച്ച് ഇവിടെ നിന്നും ആക്രമണങ്ങൾ നേരത്തെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാനാകുമോ അത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇറാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് 40 വർഷത്തോളമായി ഉപരോധം സഹിച്ച രാജ്യമാണ്. അവർക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകൽ അത്ര പ്രയാസകരമായ ഒന്നാകില്ല. പക്ഷേ US-നെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം യുദ്ധം നീളുന്നോ അത്രയും പ്രയാസം വർദ്ധിക്കും. കാരണം പ്രധാനപ്പെട്ട US-ന്റെ സൈനികരെല്ലാം നിലകൊള്ളുന്നത് ഇപ്പോഴും പടക്കപ്പലിന് അകത്താണ്. അത്രയധികം സമയം, മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നത് ട്രംപ് കുറെ കൂടി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇറാനെ ഈ ചർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. അങ്ങനെ ചർച്ചയിലേക്ക് എത്തിയാൽ പോലും നാളെ ഒരു പക്ഷേ യുദ്ധവിരാമ കരാറിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വീണ്ടും ഒരു പക്ഷേ ചർച്ചകളുടെ സൂചനകൾ നൽകിക്കൊണ്ട് വെടിനിർത്തൽ നീട്ടുവാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ വെടിനിർത്തൽ ചർച്ചയ്ക്കും ഇറാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ, എന്ന് വെച്ചാൽ US മാത്രം ഏകപക്ഷീയമായി മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ സ്വീകരിക്കാതെ ഇറാൻ മടങ്ങുകയാണെങ്കിൽ വീണ്ടും സങ്കീർണമാകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ അവർ തയ്യാറാണ്, ഇസ്രായേലും തയ്യാറാണ്. പക്ഷേ US-ന്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ യുദ്ധവിരാമത്തിലേക്കോ നയിക്കുന്ന കരാറാകും ഒരു പക്ഷേ US പരമാവധി ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും US വീണ്ടും ആക്രമണത്തിന്, ഒരു പക്ഷേ വീണ്ടും യുദ്ധത്തിലേക്ക് പോകുവാൻ നിർബന്ധിതരാകും. എന്തായാലും നിലവിലെ സ്ഥിതിഗതികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് ഉറ്റുനോക്കുകയാണ് റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ. എന്തായാലും സംഘർഷം അവസാനിപ്പിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം കൊണ്ടുവരണം എന്ന സമ്മർദ്ദം കൂടി ശക്തമാണ് അമേരിക്കയ്ക്കും ഇറാനുമേലും. അതാണ് വാസ്തവം. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. UAE-യിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ കരാർ കോഴിക്കോട് ആസ്ഥാനമായ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് ലഭിച്ചു. UAE-യിലെ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട്, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വിവിധ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുക ഇനി അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും. ഇന്ത്യയിലേക്കുള്ള വിസ സേവനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതും ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ, ഏതൊക്കെ സേവനങ്ങളാകും ഇനി അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴി ഇന്ത്യക്കാർക്ക് ലഭ്യമാവുക? ദിവ്യ, UAE-യിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ UAE സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു കരാറാണ് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള അൽ ഹിന്ദിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എംബസി, അതേപോലെ തന്നെ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ നൽകുന്ന വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ നൽകേണ്ടതും അതിന് അപേക്ഷ നൽകാനായി സൗകര്യം ഏർപ്പെടുത്തേണ്ടതും ഇനി അൽ ഹിന്ദ് ടൂർസിൻ്റെ കേന്ദ്രങ്ങൾ വഴിയാകും. നിലവിൽ BLS എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത്തരം സേവനങ്ങൾ പുരംജോറി കരാർ നൽകിയിട്ടുള്ളത്. അതിന് അൽ ഹിന്ദിലേക്ക് മാറും എന്നുള്ളതാണ്. അതിന് എത്ര കാലതാമസം എടുക്കും
എടുക്കും, എത്ര കാലം എടുക്കുമെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ BLSനുള്ള കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷമാവും അൽ ഹിന്ദ് ഇത്തരം സേവനങ്ങൾ ഏറ്റെടുക്കുക. വളരെ സുപ്രധാനമായ ഒരു സേവനങ്ങളാണ് ഇത്. UAEയിലുള്ള ഇന്ത്യക്കാരുടെ പുതിയ പാസ്പോർട്ട് പുതുക്കൽ, അതേപോലെ തന്നെ UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യക്കാർ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വിസ ലഭ്യമാക്കുക, അതേപോലെ തന്നെ മറ്റ് പാസ്പോർട്ടുള്ള ഇന്ത്യൻ വംശജർക്ക് OCI സേവനങ്ങൾ ലഭ്യമാക്കുക, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക തുടങ്ങി നിരവധി അറ്റസ്റ്റേഷൻ അടക്കമുള്ള നിരവധി സേവനങ്ങൾ ഇന്ത്യൻ എംബസിയും അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും പുറംജോലി കരാർ നൽകുന്നത് ഇത്തരം കമ്പനികൾക്കാണ്. അത് ഇപ്പോൾ ഒരു ദീർഘകാല കരാറായിട്ട് അൽ ഹിന്ദിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. BLSന് നിലവിൽ 11 കേന്ദ്രങ്ങൾ UAEയിൽ പല എമിറേറ്റുകളിലായിട്ടുണ്ട്. ഒന്നുകിൽ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കേന്ദ്രങ്ങൾ അൽ ഹിന്ദ് കൂടി ഇത്തരം സേവനങ്ങൾക്കായി UAEയിൽ തുറക്കേണ്ടതുണ്ട്. എത്ര കാലത്തിനുള്ളിൽ അൽ ഹിന്ദിന്റെ കേന്ദ്രങ്ങൾ സജ്ജമാകും എന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിലായിരിക്കും വ്യക്തമാകുക. ദിവ്യ, ശരി, എന്തായാലും വളരെ സുപ്രധാനമായ നിർണായകമായ കരാറാണ് UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ കരാറാണ് കോഴിക്കോട് ആസ്ഥാനമായ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് ലഭിച്ചിരിക്കുന്നത്. ഇനി വിവിധ സേവനങ്ങൾ അൽ ഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ഇന്ത്യക്കാർക്ക് ലഭ്യമാവുക. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്. ഖത്തറിൽ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നു. ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി വിദേശ വിമാന കമ്പനികൾക്ക് കൂടി സർവീസ് നടത്താൻ ഖത്തർ അനുമതി നൽകി. ഘട്ടം ഘട്ടമായാണ് സർവീസുകൾ പുനരാരംഭിക്കുക. പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ തീരുമാനം. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് വിദേശ വിമാന കമ്പനികൾക്ക് കൂടി രാജ്യത്തു നിന്ന് സർവീസ് പുനരാരംഭിക്കാൻ സിവിൽ വ്യോമയാന അതോറിറ്റി അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ടു എയർമെൻ അറിയിപ്പ് അതോറിറ്റി ഇഷ്യൂ ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിമാന കമ്പനികൾക്ക് ഖത്തറിലേക്ക് സർവീസ് പുനരാരംഭിക്കാം. ഉയർന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും സർവീസുകൾ വീണ്ടും ആരംഭിക്കുകയെന്ന് വ്യോമയാന അതോറിറ്റി അറിയിച്ചു. തീരുമാനം ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഏറെ അനുഗ്രഹമാകും. സർവീസുകൾ കുറഞ്ഞപ്പോൾ കൂടിയ ടിക്കറ്റ് നിരക്കുകൾ കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടെ കുറയുമെന്നാണ് പ്രതീക്ഷ. US ഇറാൻ യുദ്ധത്തിന് ശേഷം ഖത്തർ എയർവേസ് മാത്രമാണ് രാജ്യത്തു നിന്ന് സർവീസ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ദുരിതാശ്വാസ ഇടനാഴി എന്ന നിലയിലാണ് സർവീസുകൾ ആരംഭിച്ചത്. ഇതിനു പിന്നാലെ ലോകത്തിൻ്റെ വിവിധ നഗരങ്ങളിലേക്ക് വിമാന കമ്പനി സേവനം വ്യാപിപ്പിച്ചു. നിലവിൽ 120-ലേറെ വിദേശ നഗരങ്ങളിലേക്ക് ഖത്തർ എയർവേസ് സർവീസ് നടത്തുന്നുണ്ട്. മീഡിയ 1 ദോഹ. UAEയിലെ സ്കൂളുകൾ വീണ്ടും സജീവമായി. മേഖലയിലെ പ്രതിസന്ധികളെ തുടർന്ന് അടച്ച സ്കൂളുകൾ ഇന്നു മുതലാണ് വീണ്ടും ആരംഭിച്ചത്. ഓൺലൈൻ പഠനത്തിന് ശേഷം വീണ്ടും ക്ലാസുകളിലേക്ക് എത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം UAEയിലെ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളുകളിലേക്ക് ക്ലാസ്സുകളിലേക്ക് എത്തുകയാണ് ഓൺലൈൻ ക്ലാസ്സിന് ശേഷം. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീലൊക്കെ ഷെയർ ചെയ്യാം. ഹായ്, എന്താ പേര്? നഷ്മിയ. എന്താ കുറേ ദിവസത്തിന് ശേഷമൊക്കെ വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്, എന്താ ഒരു ഫീൽ? എല്ലാവരും കണ്ടതിന് സന്തോഷമുണ്ട്. അപ്പം സ്കൂളിലേക്ക് പോകാം, ഫ്രണ്ട്സിനെ കാണാം, പഠിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്? കുറച്ച് ബോറായിരുന്നു, ലൈക്ക് ഹാഫ് നല്ലതായിരുന്നു, ഹാഫ് ബോറായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിലെല്ലാവരും കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ ഇഷ്ടത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാണുന്നതിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും പങ്കുവെക്കുന്നത്. വീണ്ടും ക്ലാസ്സിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ, സഹപാഠികളെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും ഉള്ളത്. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പഴയതുപോലെയല്ല, ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് കുറച്ച് ബോറിംഗ് ആയിരുന്നു. ഇപ്പം എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. കുട്ടികളെല്ലാം ഹാപ്പിയാണ്. എല്ലാവരും ക്ലാസ്സിൽ സെറ്റിൽഡ് ആയി. One thing is very unique, that all sort of safety, security, well-being measure has been taken care of. Each and every child is being received by our staff members, by our support staff, and all are coming with the smiling face. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും പങ്കുവെക്കുന്നത്. വീണ്ടും ക്ലാസ്സിലേക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ, സഹപാഠികളെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും ഉള്ളത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അധ്യാപകർക്കും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റുദ്യോഗസ്ഥർക്കും എല്ലാം കൃത്യമായ പരിശീലനം UAE നൽകിയിരുന്നു. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം സ്കൂളുകളിൽ? വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ്.
കുട്ടികളുടെ മുഖത്ത് സന്തോഷവും അക്ഷരങ്ങളുടെ വെളിച്ചവും പടരുന്ന ഒരു പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരിക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. പ്രൊട്ടക്റ്റഡ് നേഷൻ എഡ്യൂക്കേഷനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ സ്കൂള് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന എല്ലാ അനിശ്ചിതത്വവും മാറുന്നു. കുട്ടികൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടെ ഇവിടെ എത്തുന്നു. പറഞ്ഞതുപോലെ തന്നെ UAE എല്ലാ അർത്ഥത്തിലും ബാക്ക് ടു നോർമലായി എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷാർജയിൽ നിന്ന് യാസർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ മീഡിയ. ഇറാൻ ബന്ധമുള്ള തീവ്രവാദി സംഘടനയിലെ അംഗങ്ങൾ UAEയിൽ അറസ്റ്റിലായി. പിടിയിലായ 27 പേരുടെ ചിത്രങ്ങൾ UAE ദേശീയ സുരക്ഷാ വകുപ്പ് പുറത്തുവിട്ടു. വിലായത്ത് ഫക്കീഹ് എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവരാണ് പിടിയിലായതെന്ന് അധികൃതർ പറഞ്ഞു. ഇറാൻ ബന്ധമുള്ള തീവ്രവാദി സംഘത്തിലെ അംഗങ്ങളെ പിടികൂടുന്ന ദൃശ്യങ്ങളും UAE ദേശീയ സുരക്ഷാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. വിലായത്ത് ഫക്കീഹ് എന്ന സംഘടനയുടെ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും UAEയിൽ അട്ടിമറികൾക്ക് ശ്രമം നടത്തുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരായ പ്രധാന കേസ്. വിദേശത്തെ ശക്തികളുമായി കൈകോർത്ത് UAEയിലെ തന്ത്രപ്രധാന മേഖലയിലേക്ക് കടന്നുകയറാനും ഇവർ ശ്രമം നടത്തിയിരുന്നതായി അധികൃതർ പറയുന്നു. രഹസ്യ യോഗങ്ങൾ ചേർന്ന് റിക്രൂട്ട്മെൻറ്റും ഫണ്ട് ശേഖരണവും നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. UAEയുടെ വിദേശ നയത്തെ അപമാനിക്കാനും രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനും ഇവർ ശ്രമിച്ചിരുന്നതായി SSD ചൂണ്ടിക്കാട്ടി. ഇവർ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും CD-കളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ളവയുടെ ദൃശ്യങ്ങളും SSD അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ. പശ്ചിമേഷ്യയിൽ സുസ്ഥിര സമാധാനം തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്തു. വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഖത്തർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും കിരീടാവകാശി ജോർദാന്റെ പിന്തുണ അറിയിച്ചു. മേഖലയിലെ വിഷയങ്ങളെ ഏകോപിപ്പിക്കാൻ ജോർദാൻ നടത്തുന്ന ശ്രമങ്ങളെ ഖത്തർ അമീർ പ്രശംസിച്ചു. മാർച്ച് അവസാനം സൗദിയിൽ വെച്ച് ഖത്തർ അമീർ ജോർദാൻ രാജാവുമായി പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സൗദിയിലെ ഖസീം മദീന റോഡിൽ കനത്ത മഴയിലും കാറ്റിലും ട്രക്കുകൾ അപകടത്തിൽപ്പെട്ടു. 7 ട്രക്കുകളാണ് റോഡിൽ മറിഞ്ഞു വീണത്. സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് തുടരുകയാണ്. വെള്ളിയാഴ്ച വരെ റിയാദിലടക്കം മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. സൗദിയിലെ ഖസീം മദീന റോഡിലാണ് അപകടം. കനത്ത മഴയിലും കാറ്റിലും 7 ട്രക്കുകളാണ് റോഡിൽ മറിഞ്ഞു വീണത്. ഡൗൺ ഡ്രാഫ്റ്റ് എന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് അപകടത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മേഘങ്ങളിൽ നിന്ന് ശക്തമായി താഴേക്ക് കാറ്റ് പതിക്കുന്നതാണിത്. മണിക്കൂറിൽ 150 കിലോമീറ്ററിലധികം വേഗതയുണ്ടാകും ഈ കാറ്റിന്. വാഹനങ്ങളെയും ടെന്റുകളെയുമെല്ലാം നിഷ്പ്രയാസം ഇവ തടപറ്റിക്കും. അന്തരീക്ഷത്തിലെ മഴത്തുള്ളികൾ ബാഷ്പീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള തണുപ്പാണ് ഈ സാഹചര്യത്തിന് കാരണം. അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനിപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ വാഹനമോടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ട്. സൗദിയിലുടനീളം ശക്തമായ മഴ തുടരുകയാണ്. മഴക്കൊപ്പം അതിശക്തമായ കാറ്റും വിവിധയിടങ്ങളിലെത്തി. വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. അംഗീകാരമില്ലാത്ത കുപ്പിവെള്ളവും ടിന്നിലടച്ച മത്സ്യ ഉൽപ്പന്നങ്ങളും ഒമാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വിലക്ക്. ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ അതത് രാജ്യങ്ങളിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടവയും സർട്ടിഫിക്കേഷൻ ഉള്ളവയുമായിരിക്കണം. കമ്പനികൾക്ക് സ്റ്റാറ്റസ് ശരിയാക്കാൻ അനുവദിച്ച ഗ്രേസ് പീരീഡ് ഏപ്രിൽ 22 അവസാനിക്കുന്നതോടെ നിയമം കർശനമായി നടപ്പിലാക്കും. കുപ്പിവെള്ളം, ഫാമുകളിൽ വളർത്തുന്ന മത്സ്യം, ടിന്നിലടച്ച മത്സ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ നിബന്ധന ബാധകമാവുക. ഒമാനിലേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കുന്ന വിദേശത്തെ ഫാക്ടറികൾക്കോ കയറ്റുമതി സ്ഥാപനങ്ങൾക്കോ ഒമാൻ നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്ഥാപനങ്ങൾ അതത് രാജ്യങ്ങളിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടവയും സർട്ടിഫിക്കേഷൻ ഉള്ളവയുമായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഒമാനിലെ എല്ലാ ഇറക്കുമതി കമ്പനികളും സ്ഥാപനങ്ങളും ഈ നിയമം പാലിക്കണം. കമ്പനികൾക്ക് നൽകിയ ഗ്രേസ് പീരീഡ് ഏപ്രിൽ 22 അവസാനിക്കുന്നതോടെ നിയമം കർശനമായി നടപ്പിലാക്കി തുടങ്ങും. ഉപഭോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് നീക്കം.
സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്ന ഇറക്കുമതിക്കാർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന് അതോറിറ്റി ഉത്തരവാദിയായിരിക്കില്ലെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിതരണക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമാണെന്ന് കമ്പനികൾ തന്നെ ഉറപ്പുവരുത്തണം. ഒമാന്റെ ഭക്ഷ്യസുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. മീഡിയ 1 മസ്കത്ത്. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും 19 ലക്ഷം റിയാൽ മൂല്യമുള്ള പദ്ധതിയുമായി ഒമാൻ. വിവിധ ഗവർണറേറ്റുകളിലായി 300 ഏക്കർ വിസ്തൃതിയിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. കൃഷി മന്ത്രാലയവുമായി സഹകരിച്ച് ഭവന നഗരാസൂത്രണ മന്ത്രാലയം 18 കാർഷിക ഉപഭോക്തൃ കരാറുകളിൽ ഒപ്പുവച്ചു. ബുറൈമി, നോർച്ചർക്കിയ, നോർത്ത് ബാത്തിന, സൗത്ത് ബാത്തിന, അൽവുസ്ത, ദോഫാർ ഗവർണറിലായി 300 ഏക്കർ വിസ്തൃതിയിലാണ് പദ്ധതികൾ ഒരുങ്ങുന്നത്. തേനീച്ച വളർത്തൽ, നോർച്ചർക്കിയയിലെ മുന്തിരി ഉൽപ്പാദനം, ഗ്രീൻ ഹൗസ് പച്ചക്കറി കൃഷി, ദോഫാറിൽ കുന്തിരിക്ക ഉൽപ്പാദനം, സൗത്ത് ബാത്തിനയിൽ ജലശുദ്ധീകരണശാലയും ബോട്ട്ലിംഗ് യൂണിറ്റും തുടങ്ങി കാർഷിക ഉൽപ്പാദന പ്രവർത്തനങ്ങൾ കരാറുകളിൽ ഉൾപ്പെടുന്നുണ്ട്. പേരക്ക, സപ്പോട്ട തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം, ഉള്ളിക്കൃഷി എന്നിവയും ഉൾപ്പെടുന്നവയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾക്കാണ് കരാറുകളിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ വിദേശ ഇറക്കുമതി കുറക്കുക, കുറഞ്ഞ വെള്ളവും സ്ഥലവും ഉപയോഗിച്ച് കൂടുതൽ വിളവ് നൽകുന്ന ഹൈടെക് കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുക, ചെറുകിട ഇടത്തരം കർഷകർക്കും സംരംഭകർക്കും പുതിയ തൊഴിലവസരങ്ങളും നിക്ഷേപ സാധ്യതകളും ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒമാനിൽ 585 ഇത്തരം കാർഷിക കരാറുകളാണ് ഒപ്പുവച്ചിട്ടുള്ളത്. മീഡിയ 1 മസ്കത്ത്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ വിപണി പരിശോധന കർശനമാക്കി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കഴിഞ്ഞ 1.5 മാസത്തിനിടെ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത് 500-ലധികം നിയമലംഘനങ്ങളാണ്. കൃത്രിമ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നും അതോറിറ്റി പറഞ്ഞു. കൃത്രിമ വിലക്കയറ്റം തടയുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഒമാനിലുടനീളം പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. മാർച്ച് ആദ്യം മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള കാലയളവിൽ കണ്ടെത്തിയ ലംഘനങ്ങൾ 500-ലധികമാണെന്ന് CPA പറയുന്നു. ഇതിൽ 172 കേസുകളും അനാവശ്യ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പഴം, പച്ചക്കറി വിപണിയിലാണ് ഇത്തരം പ്രവണതകൾ കൂടുതൽ കണ്ടതെന്നും CPA കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മസ്കത്ത് ഗവർണറിലാണ്. മസ്കത്തിലെ കേസുകളുടെ എണ്ണം 79 ആണ്. സൗത്ത് ബാത്തിന, നോർത്ത് ഷർക്കിയ, നോർത്ത് ബാത്തിന എന്നീ ഗവർണറുകളാണ് തൊട്ടു പിന്നിലുള്ളത്. വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും കൃത്യമായ വിലയും ഉറപ്പുവരുത്താൻ സിലാൽ സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ അതോറിറ്റി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അതോറിറ്റി പറയുന്നുണ്ട്. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും സ്ഥാപനം താൽക്കാലികമായി അടച്ചിടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പരാതികൾ അതോറിറ്റിയുടെ ഹോട്ട്ലൈൻ നമ്പറുകൾ വഴിയോ വാട്സപ്പ് വഴിയോ അറിയിക്കാമെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു. മീഡിയ 1 മസ്കത്ത്. UAEയിൽ അവശ്യവസ്തുക്കളുടെ വില പരിശോധിക്കാനും താരതമ്യം ചെയ്യാനും സംവിധാനമൊരുക്കി സാമ്പത്തിക മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് ഇതിന് സൗകര്യമൊരുക്കിയത്. അരി, ഗോതമ്പ്, എണ്ണ തുടങ്ങി 33 ഉൽപ്പന്നങ്ങളുടെ വില പരിശോധിക്കാൻ ഇതിൽ സൗകര്യമുണ്ടാകും. രാജ്യത്തെ 12 പ്രമുഖ റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ അവശ്യവസ്തുക്കളുടെ വില താരതമ്യം ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. ദുബായിൽ ഇനി പാർക്കിലിരുന്നും ജോലി ചെയ്യാം. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് വർക്ക് ഫ്രം പാർക്ക് എന്ന പേരിൽ ഈ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അടുത്ത മാസം മുതൽ ബർഷ പോണ്ട് പാർക്കിൽ ഇതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പുതിയ കാലത്ത് വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം എനിവെയർ തുടങ്ങിയ പദങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെയിരുന്നും ജോലികൾ ചെയ്തു തീർക്കാം എന്നായതോടെ ദുബൈയിലെ പൊതു പാർക്കുകളിലും ഇതിനായി സൗകര്യമൊരുക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. അടുത്ത മാസം മുതൽ അൽബർഷ പോൺ പാർക്കിലായിരിക്കും ഇതിന് തുടക്കം കുറിക്കുക. വിവിധ പാർക്കുകളിൽ സമാനമായ സൗകര്യമൊരുക്കുന്നതിന് ദുബായ് മുനിസിപ്പാലിറ്റി, അമാന, ലെറ്റ്സ് വർക്ക് തുടങ്ങിയ കമ്പനികളുമായി സഹകരണ കരാർ ഒപ്പുവെച്ചു. ഈ വർഷം തന്നെ കൂടുതൽ പാർക്കുകളിൽ വർക്ക് സ്റ്റേഷനുകൾ സജ്ജമാകും. ദുബൈയിലെ മെട്രോ സ്റ്റേഷനുകളിൽ നേരത്തെ ഇത്തരം സൗകര്യം നിലവിലുണ്ട്. മീഡിയ 1 ദുബായ്. റിക്രൂട്ടിംഗ് മേഖലയിലെ ക്രമക്കേടിനെ തുടർന്ന് സൗദി അറേബ്യ 11 സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കി. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് നടപടി. ഈ വർഷം ആദ്യ പാദത്തിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി.
റിക്രൂട്ട്മെന്റ് മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ നടപടി ഘടിപ്പിച്ച് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. ഈ വർഷം ആദ്യപാദത്തിൽ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘനം കണ്ടെത്തിയ 14 റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം വെളിപ്പെടുത്തി. നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ നൽകിയ സമയപരിധി പാലിക്കാത്ത 11 ഓഫീസുകളുടെ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കി. മറ്റ് 3 ഓഫീസുകളെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. റിക്രൂട്ട്മെന്റ് ചട്ടങ്ങൾ ലംഘിക്കുക, ഗുണഭോക്താക്കൾക്ക് തിരികെ നൽകാനുള്ള പണം വൈകിപ്പിക്കുക, പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തുക തുടങ്ങിയ ക്രമക്കേടുകളിലാണ് നടപടി. സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. യാത്രാ ശൃംഖലയിലേക്ക് 3 പുതിയ നഗരങ്ങളെ കൂടി ഉൾപ്പെടുത്തി സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർലൈൻസ്. ജിദ്ദ, മാഡ്രിഡ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. 2030ഓടെ വിവിധ രാജ്യങ്ങളിലെ 100-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കമ്പനി സേവനം നൽകും. ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർലൈൻസ് ആണ് സേവനങ്ങൾ 3 പുതിയ നഗരങ്ങളിലേക്ക് കൂടി വികസിപ്പിച്ചത്. പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചത് സൗദിയിലെ വാണിജ്യ തലസ്ഥാനമായ ജിദ്ദ, സ്പെയിനിലെ മാഡ്രിഡ്, യുകെയിലെ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്കാണ്. തിങ്കളാഴ്ചയാണ് എയർലൈൻസ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ലണ്ടൻ, കൈറോ, ദുബായ് എന്നീ നഗരങ്ങളിലേക്ക് നേരത്തെ തന്നെ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ 3 ലക്ഷ്യസ്ഥാനങ്ങൾ കൂടി പട്ടികയിൽ ഇടം പിടിക്കുന്നത്. 2030ഓടെ ലോകമെമ്പാടുമുള്ള 100-ലധികം അന്താരാഷ്ട്ര നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനാണ് റിയാദ് എയർ ലക്ഷ്യമിടുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് കമ്പനിയുടെ പ്രവർത്തനം. സൗദിയെ ആഗോള വ്യോമയാന ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുക, ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായി മാറുക, റിയാദിൽ നിന്ന് നേരിട്ടുള്ള അന്താരാഷ്ട്ര വിമാനയാത്രകൾ കൂടുതൽ എളുപ്പമാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് വികസന പദ്ധതികൾ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ടൈം മാഗസിൻ പുറത്തിറക്കിയ അറബ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് 14 ഖത്തറി കമ്പനികൾ. ഖത്തർ ജനറൽ ഇൻഷുറൻസ്, വോഡഫോൺ ഖത്തർ, ഖത്തർ സിനിമ, അൽ വുഖൂദ്, QNB തുടങ്ങിയ കമ്പനികൾ പട്ടികയിൽ ഉൾപ്പെട്ടു. സാമ്പത്തിക സുസ്ഥിരത, വളർച്ച, ഓഹരി വിപണിയിലെ പ്രകടനം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് മൂല്യനിർണ്ണയത്തിൽ പ്രധാനമായും പരിഗണിച്ചത്. വീണ്ടും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഉപയോഗിച്ച് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന രാജ്യമെന്ന നേട്ടത്തിനാണ് ഈ അംഗീകാരം. യാംബുവിലെ പ്ലാന്റ് ആണ് ചരിത്ര നേട്ടത്തിന് അർഹമായത്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഉപയോഗിച്ച് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. 1 ക്യൂബിക് മീറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ 1.55 കിലോവാട്ട് പെർ ഹവർ ഊർജ്ജം മാത്രമാണ് ഉപയോഗിച്ചത്. നേട്ടത്തിലൂടെ വീണ്ടും ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചു. യാംബു റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ആണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. സൗദി വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം. നേട്ടത്തിന് പിന്നിൽ വാട്ടർ ടെക്നോളജി ഇന്നോവേഷൻ സെന്ററിന്റെയും സഹകരണമുണ്ട്. പ്രത്യേക ഫിൽട്ടർ ഉപയോഗിച്ച് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പും മറ്റു അഴുക്കുകളും നീക്കം ചെയ്യുന്നതാണ് പുതിയ രീതി. ജലശുദ്ധീകരണ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ശുദ്ധജലം ലഭ്യമാക്കുക തുടങ്ങിയവർക്ക് പുതിയ കണ്ടുപിടുത്തം സഹായമാകും. സൗദിയിൽ സ്വാഭാവികമായുള്ള കുടിവെള്ള ഉറവിടങ്ങൾ നിലവിൽ കുറവാണ്. ഈ പ്രശ്നം വലിയ തോതിൽ പരിഹരിക്കാൻ പുതിയ രീതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കർശന മേൽനോട്ടം ഏർപ്പെടുത്താൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. പെർമിറ്റ് കാലാവധി കഴിഞ്ഞവരുടെ വിവരങ്ങൾ ബാങ്കുകളുമായി പങ്കിടാൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനുമായി സഹകരണം നടത്തും. ഉപഭോക്തൃ വിവരങ്ങൾ കൃത്യമായി പുതുക്കാനും അക്കൗണ്ടുകളുടെ ദുരുപയോഗം തടയാനുമാണ് നടപടി. KYC മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനാണ് നീക്കം. രാജ്യവ്യാപകമായി ടെലികോം എക്സ്ചേഞ്ചുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ കുവൈറ്റ് വാർത്താവിനിമയ മന്ത്രാലയം. ഏപ്രിൽ 20 മുതൽ മെയ് 13 വരെ ഘട്ടം ഘട്ടമായാണ് പ്രവർത്തനങ്ങൾ നടക്കുക. അർദ്ധരാത്രി മുതൽ രാവിലെ 6 വരെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഈ സമയങ്ങളിൽ ചില സേവനങ്ങൾക്ക് ഭാഗിക തടസ്സങ്ങൾ ഉണ്ടായേക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹജ്ജ് സുരക്ഷയുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ തിരക്കൊഴിഞ്ഞ ഹറമും പരിസരവും. പെർമിറ്റില്ലാത്തവർക്ക് ഇനി മക്കയിൽ തങ്ങാനാവില്ല. ആളൊഴിഞ്ഞതോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനെടുക്കുന്ന സമയവും കുറഞ്ഞിട്ടുണ്ട്.
الله أكبر الله أكبر الله أكبر اللهم اجعلنا ممن دعاك فأجبته. ലക്ഷങ്ങൾ തിങ്ങി നിറയാറുള്ള കാബയുടെ മുറ്റമാണിത്. കഴിഞ്ഞ 2 ദിവസമായി ആളൊഴിഞ്ഞ അവസ്ഥയാണ്. ഹജ്ജ് സുരക്ഷയുടെ ഭാഗമായി മക്കയിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ റോഡുകൾ ഉൾപ്പെടെ തിരക്കൊഴിവായത്. ആളൊഴിഞ്ഞതോടെ ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്ക് ആശ്വാസത്തോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനാവും. ഹാജിമാർക്കും സ്വദേശികൾക്കും GCC രാജ്യങ്ങളിലെ പൗരന്മാർക്കും മാത്രമാണിപ്പോൾ ഉംറ ചെയ്യാൻ അവസരം. ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മക്കയിലേക്ക് നേരിട്ടെത്തുന്നത്. പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിൽ താമസിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. മക്കയുടെ അതിർത്തികളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. കുവൈറ്റിൽ തന്ത്രപരമായ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പുതിയ ഭൂമി കരാർ ഒപ്പുവെച്ചു. ഭക്ഷണം, മരുന്നുകൾ, മെഡിക്കൽ സപ്ലൈസ് എന്നിവയ്ക്കായി വെയർഹൌസുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. സർക്കാർ ഭൂമി ഉപയോഗിക്കാൻ കുവൈറ്റ് സ്റ്റോറേജ് കമ്പനിക്ക് അനുമതി നൽകി. ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും ഉറപ്പാക്കാൻ നടപടി സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉടമസ്ഥാവകാശം വെളിപ്പെടുത്താത്ത കമ്പനികൾക്കെതിരെ കർശന നടപടിയെന്ന് കുവൈറ്റ്. 1000 മുതൽ 10,000 വരെ പിഴ ചുമത്തും. ഇത്തരം കമ്പനികൾക്ക് ലൈസൻസ് നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൗദി റിയാദിലെ അൽ ഖർജിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. മലപ്പുറം തിരൂർ സ്വദേശി അലി അക്ബറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. 33 വർഷത്തിലേറെയായി അൽ ഖർജ് മലഫിൽ ബൂഫിയ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. കേളി കലാ സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈറ്റ് അഹമ്മദ് റിഫൈനറിയിലെ ഗ്യാസ് യൂണിറ്റ് ഉപകരണങ്ങൾ മാറ്റുന്നതിനായി ടെൻഡർ ക്ഷണിച്ചു. തീരുമാനം നാഷണൽ പെട്രോളിയം കമ്പനിയുടേത്. യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവര സുരക്ഷയും ക്ലൗഡ് ഗവേണൻസ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്താൻ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ബിഡുകൾ ക്ഷണിച്ചു. ഡാറ്റാ സംരക്ഷണവും സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാനാണ് പദ്ധതി. വിവര സുരക്ഷാ സേവനങ്ങളും ക്ലൗഡ് സുരക്ഷാ നയങ്ങളും ഉൾപ്പെടെ 2 മേഖലകളിലാണ് നടപടി. ജുദയിൽ OSSC മലപ്പുറം ജില്ലാ കമ്മിറ്റി BR അംബേദ്കർ ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. ജുദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. പ്രിൻസത്ത് കോഴിക്കോട്, കമാൽ കളപ്പാടൻ, UM ഹുസൈൻ, സാജു റിയാസ് എന്നിവർ സംസാരിച്ചു. കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ ലേലം ആരംഭിച്ചു. അൽ നയാമയിലെ സ്ക്രാപ്പ് യാർഡിലാണ് ലേലം. താൽപര്യമുള്ളവർക്ക് ടെൻഡർ രേഖകൾ ധനകാര്യ വകുപ്പിൽ നിന്നും ലഭിക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബിഡുകൾ സമർപ്പിക്കണം. NRI TDP കുവൈറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്ധ്ര പ്രവാസി സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ ക്യാമ്പിന് പൂർണ്ണ പിന്തുണ നൽകി. കുവൈറ്റ് പ്രവാസി മലയാളികൾക്കായി നാനോ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം മത്സരമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അവസാന തീയതി ഏപ്രിൽ 30. UK-യിലെ ആത്മാ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടി സതാംപ്ടൺ അബ്ഹാം മിലേനിയം വില്ലേജ് ഹാളിൽ. ഗൾഫ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 50 ദിവസത്തിലേറെ അടച്ചിട്ട ആഗോള ഗ്രാമം ഇന്ന് വൈകുന്നേരമാണ് വീണ്ടും അതിഥികളെ വരവേറ്റത്. പരേഡ് ഉൾപ്പെടെ വർണ്ണാഭമായ പരിപാടികളോടെയാണ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. വേനൽ ശക്തമാകുന്നതുവരെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇനി സഞ്ചാരികളെത്തും. എന്നും വൈകുന്നേരം 5 മുതൽ രാത്രി 12 വരെയാണ് ഇവിടെ പരിപാടികൾ അരങ്ങേറുക. ഖത്തറിൽ ഈ ആഴ്ചയുടെ അവസാനം വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. 4 അടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നേരത്തെ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം നാളെ മുതൽ വാരാന്ത്യം വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചാറ്റൽ മഴയ്ക്കും സാധ്യതയുണ്ട്. മെയ് 1 മുതൽ കോഴിക്കോട്ടേക്കും തിരിച്ചും നേരിട്ടുള്ള സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ബഹ്റൈനിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ തുടങ്ങി ആഴ്ചയിൽ 4 സർവീസുകളാണ് പ്രഖ്യാപിച്ചത്. മെയ് 1 മുതൽ കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ ഉണ്ടാകും.
പ്രവാസി വിദ്യാർത്ഥികളുടെ അവധിക്കാലത്ത് മീഡിയ വൺ ഡെസ്റ്റിനേഷൻസ് ഒരുക്കുന്ന ആൽപൈൻ ഓറ സീസൺ 3 ഹിമാലയൻ യാത്ര ജൂലൈ 10 ആരംഭിക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര കശ്മീർ, കാർഗിൽ, ലേ, നുബ്ര വാലി തുടങ്ങി രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോവുക. ഹിമാലയൻ താഴ്വാരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും താഴ്വരയിലെ ഗ്രാമീണ ജീവിതം അടുത്തറിയാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8943347484 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. www.mediaonedestinations.com എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. ആരോഗ്യമാണ് ജീവിതം എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഖത്തറിലെ റിയാദ മെഡിക്കൽ സെന്റർ. ലോകാരോഗ്യ ദിനത്തിലായിരുന്നു ക്യാമ്പയിൻ. മെഡിക്കൽ സെന്ററിലെ വിവിധ വകുപ്പുകൾ പരിപാടിയുടെ ഭാഗമായി. ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് JCI അംഗീകൃത മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററായ റിയാദ മെഡിക്കൽ സെന്റർ ആരോഗ്യമാണ് ജീവിതം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ജംഷീർ ഹംസ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ കലാം, ഡോക്ടർ ബിഷ്ണു കിരൺ, ഡോക്ടർ മഞ്ജുനാഥ്, ഡോക്ടർ അരുൺകുമാർ എന്നിവർ ചേർന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഗൈനക്കോളജി വിഭാഗവും ജീവിതശൈലീ രോഗങ്ങളെക്കുറിച്ച് ഇന്റേണൽ മെഡിസിൻ വിഭാഗവും അവബോധം സംഘടിപ്പിച്ചു. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അക്കാഡമിക് സെഷൻ വേറിട്ടതായി. റേഡിയോളജി, ലബോറട്ടറി, ഫാർമസി, ഒപ്റ്റിക്കൽ, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാർ ക്യാമ്പയിന്റെ ഭാഗമായി. മീഡിയ വൺ, ദോഹ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ മലയാളം വിഭാഗം കലോത്സവത്തിന് തുടക്കം. മലയാളം വിഭാഗം ഹാളിൽ രമ്യ ഡെൻസലിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളോടെയാണ് ഈ വർഷത്തെ കലോത്സവത്തിന് തിരിതെളിഞ്ഞത്. സാറ രാജീവ് അവതരിപ്പിച്ച മോഹിനിയാട്ടം ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ശേഷിക്കുന്ന മത്സരങ്ങൾ വരും ആഴ്ചകളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സതീഷ് കുമാർ, അനീഷ് ജി പിള്ള, സുനിൽ കുമാർ, കൃഷ്ണൻ നായർ, ടീന ബാബു തുടങ്ങിയവർ സംസാരിച്ചു.